അടുത്തതായി നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായി ശ്രീ രവി മേനോനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഓർമ്മയിൽ ബാബുരാജ് ഒരു മോഹിപ്പിക്കുന്ന ഒരു സുഗന്ധമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മനോഹരമായ ഒരു സുഗന്ധം. ബാബുരാജിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ, ബാബുരാജിനെ കുറിച്ച് വായിക്കുമ്പോൾ, ബാബുരാജിനെ കുറിച്ച് എഴുതുമ്പോൾ, ഇതാ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ ആ സുഗന്ധമുണ്ട്. അതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു അനുഭവം കൂടിയുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ അതായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ച് വളർന്നതൊക്കെ വയനാട്ടിലാണ്. ഞങ്ങൾ വയനാട്ടുകാർക്ക് കോഴിക്കോട് എന്ന് പറയുന്നത് വിദൂരമായിട്ടുള്ളൊരു സ്വപ്ന ഭൂമിയായിരുന്നു അന്ന്. ഓട്ടോറിക്ഷകൾ, തീവണ്ടി, കടൽ, ആകാശവാണി കെട്ടിടം, ഇങ്ങനെ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ഭൂമിയായിരുന്നു കോഴിക്കോട്. വർഷം തോറും 1-2 തവണ കോഴിക്കോട് വന്ന് ഇറങ്ങിയെങ്കിലായി. നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബസ് ഇറങ്ങി, മൊയ്തീൻപള്ളി റോഡിലെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് മാറിക്കയറുന്നതാണ് കോഴിക്കോട് സന്ദർശനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ 4-5 ഒക്കെ പഠിക്കുന്ന കാലമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ അമ്മയുടെ അനിയനാണ് എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ കോഴിക്കോട് വന്നിറങ്ങിയപ്പോൾ ഞാൻ അമ്മാമ കുട്ടിമാമ എന്നാണ് വിളിക്കുക. കുട്ടിമാമ കുറച്ച് സാഹിത്യവും സംഗീതമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു സഹൃദയനാണ്. അപ്പോൾ ഞാൻ കുട്ടിമാമനോട് പറഞ്ഞു, എനിക്ക് ഇപ്രാവശ്യം തീവണ്ടി കാണണം. തീവണ്ടി ആദ്യമായിട്ട് ജീവിതത്തിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ കുട്ടിമാമ സമ്മതിച്ചു, പോവാം, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഒരു വൈകുന്നേരമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഏതോ ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. ഒരു അത്ഭുത കാഴ്ചയായിട്ട് കണ്ടു നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ വന്നിറങ്ങി പെട്ടെന്ന് ഒരാൾക്കൂട്ടം, ഒരു ബഹളം. ആരോ ഒരാൾ വന്നിരിക്കും, ഏതെങ്കിലും ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനും ചെറിയ കുട്ടിയാണല്ലോ. അപ്പോഴാണ് കുട്ടിമാവ പറയുന്നത് ബാബുരാജ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബാബുരാജ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്ന അന്നാണ്. ആരാണ് ബാബുരാജ് എന്നോ എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്നൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലായത് ബാബുരാജ് എന്ന് പറയുന്ന ഒരാൾ വന്നിറങ്ങുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് ഇവരെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ബാബുരാജിനെ കണ്ടോന്ന് എനിക്കറിയില്ല, കണ്ടിരിക്കാം എന്നേ പറയാൻ പറ്റും. ഒരാളങ്ങനെ നടന്നു പോകുന്നുണ്ട്, കൂടെ കുറേ പേര് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ തങ്ങിയത് ആ ആൾക്കൂട്ടത്തിനോടൊപ്പം അന്തരീക്ഷത്തിൽ പടർന്നൊരു സുഗന്ധമാണ്. ആ സുഗന്ധം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം അത്രയും ആസ്വാദ്യകരമായിരുന്നു ആ സുഗന്ധം. പിന്നീടാണ് സാവരാതൊക്കെ പറഞ്ഞറിഞ്ഞ ബാബുക്കയ്ക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ആ പെർഫ്യൂമിൻ്റെ ഓർമ്മ 50 എത്രയോ വർഷങ്ങളായി, ഇപ്പോൾ എനിക്കൊന്ന് 50-ലേറെ വർഷങ്ങളായി കാണില്ലേ, ഈ നിമിഷവും എൻ്റെ മനസ്സിലുണ്ട്. ആ സുഗന്ധമാണ് ബാബുരാജിൻ്റെ ഓരോ പാട്ടും എനിക്ക്. പക്ഷെ ആ സുഗന്ധം എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും എനിക്ക് തുണയായിട്ടുണ്ട്. എൻ്റെ പ്രതിസന്ധികളിൽ, ദുഃഖങ്ങളിലൊക്കെ താങ്ങായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും മറക്കാത്ത ആ ഒരു സുഗന്ധ അനുഭവം ഈ കോഴിക്കോട് നഗരത്തിൽ എനിക്ക് തോന്നുന്നൊരു 10-25 വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു സൗഭാഗ്യമാണ്. ഇപ്പോൾ ജയകുമാർ സാറിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ബാബുരാജ് അദ്ദേഹത്തിൻ്റെ പാട്ട് ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ, ഒരു മഹാനായ സംഗീത സംവിധായകൻ്റെ പാട്ട് മറ്റൊരു മഹാനായ സംഗീത സംവിധായകൻ ഓർമ്മയിൽ നിന്ന് പാടിത്തരുന്നത് കേൾക്കാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. അത് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരു കാർ യാത്രയുടെ ഓർമ്മയാണ്. നിങ്ങൾക്കറിയാം, പാട്ടുകാരനായ സലാം, നമ്മുടെ സലാമിൻ്റെ കാറായിരുന്നു. സലാമിൻ്റെ കാറിൽ ഞാനുണ്ട്, പ്രദീപം വേണുകേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, പത്രപ്രവർത്തകനാണ്, പാട്ടൊക്കെ എഴുതിയിരുന്ന ആളാണ്, അദ്ദേഹമുണ്ട്. ഞങ്ങളുടെ ആ കാറിൻ്റെ പിന്നിലെ സീറ്റിൽ വിശാലമായിട്ട് ചാരി കിടക്കുന്ന ഒരാൾ ദേവരാജൻ മാസ്റ്റർ. ദേവരാജ മാഷ് ചികിത്സയ്ക്ക് വന്നാണ്. സലാമിൻ്റെ കാറിൽ ഞങ്ങൾ KT മോഹനെ പോയി കണ്ടു. ദേവരാജ മാഷ് കണ്ടു, വളരെ വികാരാധീനായിട്ട്. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. പഴയ കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ബാബുരാജിൻ്റെ കഥകളൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് കാറിൽ കയറി തിരിച്ചു പോരുമ്പോൾ മാഷ് പറഞ്ഞു, നമുക്ക് ആ ബാബുരാജിൻ്റെ സ്ഥലങ്ങളിലൂടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ് ഇപ്പോൾ വേണോട്ട് ചോദിച്ചു, ബാബുരാജിൻ്റെ ഏത് സ്ഥലങ്ങളിലൂടെ? അല്ല, ബാബുരാജ് നടന്ന് ഇതിലെ ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ, നമ്മൾ അവിടെയൊന്നും പോകണ്ട, ആ പരിസരത്ത് കൂടെ എനിക്ക് പോകണം. ബാബുരാജ് ഇരുന്ന് പാടി എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ, ബാബുരാജിൻ്റെ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അപൂർവ അവസരം ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദേവരാജ മാസ്റ്റർ കൊണ്ട് ഞങ്ങൾ ആ പകൽ മുഴുവൻ ഏകദേശം 1-2 മണിക്കൂർ
കോഴിക്കോട് നഗരത്തിലൂടെ യാത്ര ചെയ്തു. ഇത്രയും സമയം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് ബാബുരാജിനെ പറ്റിയാണ് എന്നുള്ളതാണ് എന്നെ വിസ്മയപ്പെടുത്തിയ കാര്യം. ബാബുരാജിൻ്റെ കഥകൾ, ബാബുരാജിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ബാബുരാജിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് നമ്മൾ ഒരു സംഗീത സംവിധായകൻ മറ്റൊരു സംഗീത സംവിധായകന്റെ പാട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് ആ സംഗീത സംവിധായകന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണ് എന്ന് മാഷ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇഷ്ടപ്പെട്ട് പറഞ്ഞ പാട്ടുകളിലൊന്ന് താമസമിന്റെ ഒരു വായനായിരുന്നു, അതുപോലെ അഞ്ജനക്കണ്ണെഴുതി. ഈ രണ്ട് പാട്ടുകളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുന്നതാണെന്ന് മാഷ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതത്തോടെ അത് കേട്ടിരുന്നു. മാത്രമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, മാഷ് ആ പിൻസീറ്റിൽ, ഇപ്പോൾ സലാമിന് ഓർമ്മയുണ്ടാവുമായിരിക്കും, അത് പിൻസീറ്റിൽ ചാരിക്കിടുന്ന ബാബുരാജിന്റെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുന്ന ഒരു പാട്ടിന്റെ പല്ലവി പാടുകയാണ്. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ. അസാധ്യം. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റേതല്ലാത്ത ഒരു പാട്ട് ഓർമ്മയിൽ നിന്ന് വീണ്ടെടുത്ത് ഇത്രയും വർഷത്തിന് ശേഷം നിങ്ങളെ പാടി കേൾപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആ സത്യം. ആ സംഗീത സംവിധായകനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. പിന്നീടും അദ്ദേഹം ബാബുരാജിനെ പറ്റി പലതും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പാവമായിരുന്നു, പൈസ കണക്ക് പറഞ്ഞ് വാങ്ങാൻ പറ്റത്തില്ല, എന്നെയും കുറേ പേര് പറ്റിച്ചിട്ടുണ്ട്, പക്ഷെ ബാബുവിനെ അതിനേക്കാളേറെ പറ്റിച്ചവരാണ് അധികവും. സുഹൃത്തുക്കളായിരുന്നു പുള്ളിയുടെ ഒരു ദൗർബല്യം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ ഒരു അന്നത്തെ ആ സംഗീത സംസ്കാരം, സിനിമയുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരിക്കും ആ സൗഹൃദങ്ങൾ. അപ്പൊ അന്ന് വേണുവായിട്ട് ചോദിച്ച എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ മാഷ് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നില്ലേ, നിങ്ങളൊക്കെ മത്സരമായിരുന്നില്ലേ? ആ മാഷ് പറഞ്ഞു, അത് മത്സരം പാട്ടിലേ ഉള്ളൂ, വേറെ മത്സരമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ എന്ന് വെച്ചാൽ, അന്നത്തെ സിനിമയിലെ ഏറ്റവും പീഡിത വർഗങ്ങളിലൊന്നായിരുന്നു ഈ സംഗീത വിഭാഗം. ഒരു സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബജറ്റ് ഇടുമ്പോൾ ഏറ്റവും കുറച്ച് സംഖ്യ നീക്കി വെക്കപ്പെടുന്നത് പലപ്പോഴും സംഗീത വിഭാഗത്തിന് വേണ്ടിയാണ്. ഞാൻ അന്ന് പ്രൊഡ്യൂസേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിരുന്ന് കിട്ടിയ ഒരു അറിവാണ് എൻ്റെ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ജയകുമാർ സാറിൻ്റെ അച്ഛൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് പടങ്ങളിലായ ഒന്നായ കുട്ടിക്കുപ്പായത്തിൻ്റെ പ്രൊഡ്യൂസർ ടി വാസുദേവൻ സാർ പറഞ്ഞ ഒരു ഓർമ്മയാണ്. ഞാൻ ചക്കരപ്പന്തിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പടം 1,00,000-ൽ കുറവ് തുക കൊണ്ട് തീർക്കണം എന്നതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുകയാണ് അദ്ദേഹം. 1,00,000 അന്നത്തെ കാലത്ത് വലിയ തുകയാണ്. അതിൽ നിന്നും കുറഞ്ഞ് വളരെ ചെലവ് ചുരുക്കി പടം എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹം 95,000 രൂപ കൊണ്ട് ആ പടം തീർത്തു. പക്ഷെ ഇതിന് സംഗീത വിഭാഗത്തിന് വേണ്ടി വളരെ ചുരുക്കം, എനിക്ക് തോന്നുന്നു 10,000-ൽ താഴെ രൂപയെ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ. പാട്ടുകൾ 5-7-8 പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. പക്ഷെ ഇത് പിക്ചറൈസ് ചെയ്തത് മിക്കവാറും ഒരേ മുറിയിലാണ്. ഈ മുറിയിൽ പ്രോപ്പർട്ടീസ് മാത്രം മാറ്റി, വരൻ്റെ മുറിയായത് വധുവിൻ്റെ മുറിയായി, മറ്റേ ഹോളായി, അങ്ങനെ കംപ്ലീറ്റ് ചെലവ് ചുരുക്കിയിട്ടാണ് ഈ പടം ചെയ്തത്. ഏറ്റവും കുറവ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും അദ്ദേഹം സ്വയമാണ് ചെയ്തത്. പഴയ പടങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗാനാംശങ്ങളൊക്കെ എടുത്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാക്കി മാറ്റിയത്. അത്രയും ചെലവ് ചുരുക്കി ചെയ്ത ഒരു ഇതാണ്. അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് അതൊക്കെ കഴിഞ്ഞ് 50-60 വർഷത്തോളമായിരിക്കും. അപ്പം അന്ന് അദ്ദേഹം പറയാണ്, ഇപ്പം ഞാൻ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മിക്കവാറും അസ്തമിച്ചു കഴിഞ്ഞു. ആ സിനിമയിൽ നിന്ന് പിന്നീട് ഒന്നും കിട്ടാനില്ല. അത് ടെലിവിഷൻ റൈറ്റ്സ് കൊടുത്തു, അതിൻ്റെ സംഖ്യ വാങ്ങി, വേറെ ഒന്നുമില്ല. പക്ഷേ 10,000 രൂപ ചെലവാക്കി ചെയ്ത ആ പാട്ടുകളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് റോയൽറ്റി ആയിട്ട് കിട്ടുന്നത്. ഇന്ന് ഞാൻ ജീവിക്കുന്ന ആ റോയൽറ്റി കൊണ്ടാണ് എന്ന് ബസ് സാർ പറയുന്നുണ്ടായി. എത്രയെത്ര കാരണം ഇന്ന് ആ സീനുകൾ കാണുമ്പോൾ ആ പാട്ടുകൾ കുറച്ചും കൂടി വൃത്തിയായി ചിത്രീകരിക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട് എന്ന് ബാസു സാർ നിങ്ങളുടെ ക്യാമറയിൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ കാലത്ത് സംഗീത വിഭാഗം വളരെ അവഗണനയുടെ കുഴിയിൽ ആണ്ട് കിടക്കുന്ന ആ കാലത്ത് മനോഹരമായ പാട്ടുകൾ സൃഷ്ടിച്ച ഒരാളാണ് ബാബുരാജ്. ഇന്ന് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച പല പടങ്ങളും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. കാലം മാറി, നമ്മുടെ സാഹചര്യങ്ങൾ മാറി, ആസ്വാദന ശൈലി മാറി, എല്ലാം മാറി. പലതിൻ്റെ രാഷ്ട്രീയത പോലും മാറി, രാഷ്ട്രീയതയെക്കുറിച്ച് സങ്കല്പങ്ങൾ പോലും മാറി. പക്ഷേ പാട്ടുകൾ എല്ലാ മാറ്റങ്ങളെ അതിജീവിച്ച് നിൽക്കുന്നു. ആ സിനിമകൾ നമ്മൾ കാണുന്ന പോലും ആ പാട്ടുകൾ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതാണ് ബാബുരാജ് എന്ന് പറയുന്ന ലെജൻഡിൻ്റെ പ്രസക്തി.
ഇന്ന് ഈ കോഴിക്കോട് നഗരത്തിൽ, കോഴിക്കോട് എന്ന് വന്നിറങ്ങിയാലും തിരിച്ചു പോകാൻ എനിക്ക് മടിയാണ്. ഇന്ന് വൈകുന്നേരം പോകേണ്ടി വരുമല്ലോ എന്നാണ് എൻ്റെ ഒരു സങ്കടം. കാരണം ഇതിൻ്റെ ഈ അന്തരീക്ഷത്തിൽ സംഗീതമുള്ളതുകൊണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷമുള്ളത് എന്താ വെച്ചാൽ മെഹറൂഫ് ഭായിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് മെഹറൂഫ് ഭായി. എനിക്ക് തോന്നുന്നത് ടൗൺ ഹാളിൽ ഒരു മുഹമ്മദ് റഫി സംഗീത മത്സരത്തിൽ മെഹറൂഫ് ഭായി റഫിയുടെ പാട്ട് പാടുമ്പോൾ ജഡ്ജിമാരിൽ ഒരാളായി ഞാനുണ്ടായിരുന്നു, ഫസലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴും ഞങ്ങൾ സ്ഥിരമായിട്ട് ഫോണിൽ സംസാരിക്കും, സംഗീതത്തെക്കുറിച്ച്, റഫിയെക്കുറിച്ച്, ബാബുരാജിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പലരും ബാബുരാജിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ബാബുരാജ് എന്ന് പറയുന്നത് മരണശേഷം മിത്തായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ്. ബാബുരാജിനെ പറ്റിയുള്ള എത്രയോ കഥകൾ, അവിശ്വസനീയമായ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജിനെ കുറിച്ച് കേട്ടറിയാത്തവരും കണ്ടറിയാത്തവരും ഒക്കെ എഴുതുന്നുണ്ട്. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് ബാബുരാജിനെ പഠിച്ച് ബാബുരാജിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മെഹറൂഫ് ഭായി ഈ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്, ഈ കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത്. വെറും ഓർമ്മക്കുറിപ്പുകളല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ പങ്കാളിയാകാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ സാഗറാത്ത എവിടെയുണ്ട്, എൻ്റെ സ്വന്തം ചേച്ചിയാണ്. ബാബുരാജിനെക്കുറിച്ച് ഇന്ന് ആധികാരികമായിട്ട് നമ്മളോട് എന്തെങ്കിലും പറയാൻ യോഗ്യതയുള്ള അപൂർവ വ്യക്തികളിൽ ഒരാൾ സാഗറാത്തയാണ്. അതുകൊണ്ട് ബാബുക്ക് കുറച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ സാഗറാത്തയാണ് വിളിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും മഹത് വ്യക്തികളാണ്. അവരുടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.